മഹാറാണിക്ക് വളരെ വളരെ പ്രിയപ്പെട്ട ഒരാളാണ് എൻ്റെ കൂടെയുള്ളത്. അഞ്ജലിയാണ്. എന്ത് തോന്നുന്നു ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് സെന്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടി? ഇത്ര പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല, ഒരിക്കലും ഇല്ല. ആക്ച്വലി സ്റ്റോൾ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴും ഞാൻ ഒരു ചെറിയ ഒരു ക്യാബിൻ 2-3 പേര് ഇരിക്കും, അതിനെ പറിച്ചൊരു ഒരു ബ്രൗഷറൊക്കെ തന്ന് പോകും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു. ബട്ട് ഞാൻ അറിഞ്ഞു ഇവിടെ വരുന്നുണ്ട്. വന്നപ്പോൾ തന്നെ എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ബട്ട് ഇത്ര മനോഹരമായിട്ടത് സെറ്റ് ചെയ്യും എന്നുള്ളത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. കൺഗ്രാറ്റുലേഷൻസ് മഹാറാണി ആൻഡ് ടീം. എപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് വളരെ എലഗന്റ് ആയിട്ടാണ് എല്ലാ ഫംഗ്ഷനും അറ്റൻഡ് ചെയ്യാറുള്ളത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മളിങ്ങനെ ഒരു സ്ഥലത്തോട്ട് പോകാനായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ മുന്നേ തന്നെ പ്ലാൻ ചെയ്യുന്ന ഒരാളാണോ, അതോ അപ്പപ്പോ തോന്നുന്ന രീതിയിൽ കോസ്റ്റ്യൂം പ്ലാൻ ചെയ്ത് എടുത്ത് പോകുന്നത്, അങ്ങനെയാണോ? 99% അങ്ങനെയാണ്. വളരെ റെയർ ആയിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ ചില സമയത്ത് വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ അവരോടുകൂടി റെസ്പെക്റ്റും ഒരു റെസ്പോൺസിബിലിറ്റിയും കാണിക്കണമല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ മാത്രം ഒരു 2 ദിവസം മുമ്പ് ഏതെങ്കിലും വാർഡ്രോബ്സ് നോക്കും. ബട്ട് എന്നാലും 99% ഇതായിപ്പോ ഇന്ന് തന്നെ ഓടിപ്പോയി ഒന്നിങ്ങനെ നോക്കി ഇതിലിപ്പോ ഏതാ ഇടുക എന്ന് പറഞ്ഞിട്ട് ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ഓടി വന്നതാണ്. ആൻഡ് ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, എത്രത്തോളം മേക്കപ്പ് ചെയ്യണം, എങ്ങനെ വരണം എന്നുള്ളത്. എനിക്ക് കൂടുതലും സിമ്പിൾ ആയിട്ട് വരുന്നതാണ് ഇഷ്ടം. മഹാറാണിയുടെ ഷോറൂമില് നമ്മൾ 65,000 സ്ക്വയർ ഫീറ്റിലാണ്. അത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ആംബിയൻസ് ഷോറൂമിലുണ്ട്. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഞാനത് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് എനിക്ക് അഞ്ജലിയോട് അത് വളരെ സിൻസിയർ ആയിട്ട് പറയാൻ പറ്റും.